നടൻ ലാലേട്ടന്റെ മകൾ വിസ്മയ മോഹൻലാൽ അവരുടെ പുതിയൊരു മൂവി ലോഞ്ചിന് കാണിച്ച കുറച്ച് ബിഹേവിംഗ്. ആ ചേച്ചി എന്താണോ അതന്നെയല്ലേ അവർക്ക് പുറത്ത് കാണിക്കാൻ പറ്റൂ. പക്ഷെ ഇപ്പോഴത്തെ പ്രധാന വിഷയങ്ങൾ അതൊന്നുമല്ല. ക്യൂട്ട്നെസ് തൂറിയെറിയലാണ്. ആ കുട്ടിക്ക് ഭ്രാന്താണെന്ന് വരെ ആൾക്കാർ അടിച്ചറക്കുന്നു. എന്തോന്നടേ, സിമ്പിൾ സൈക്കോളജി പ്രകാരം പറയുകയാണെങ്കിൽ ഒന്ന് ഒബ്സർവ് ചെയ്തവർക്ക് മനസ്സിലാവും. ഇറ്റ് വാസ് എ സ്റ്റേജ് ഫിയർ. അതായത് എന്റെ ഒരു കാഴ്ചപ്പാട് പ്രകാരം ഷീസ് ആംബിവേർട്ട്, അതായത് എക്സ്ട്രോവേർട്ടും ആണ് ഇൻട്രോവേർട്ടും ആണ്. കൂടുതൽ കമ്പനിയുള്ള ആൾക്കാരോട് മാത്രം നന്നായിട്ട് സംസാരിക്കുകയും അല്ലാത്തവരോട് കുറച്ച് ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്ന ആൾക്കാരെയാണ് ആംബിവേർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാറ്റഗറിയിൽ പെട്ട ആൾ തന്നെയാണ് വിസ്മയ മോഹൻലാൽ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ആള് അവരെ എടുത്ത് നോക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ തന്നെ കാര്യം നോക്കുക. ഇതുവരെ സ്റ്റേജിൽ കയറിയിട്ടില്ല, ഒരുപാട് ആൾക്കാർ നിൽക്കുന്ന സമയത്ത് നിന്ന് സംസാരിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് സ്റ്റേജ് ഫിയർ എന്തായാലും ഉണ്ടാവില്ലേ? ഐ മീൻ എന്താ പറയേണ്ടതെന്ന് പോലും അറിയണ്ടാവില്ല. Sorry, I'm okay. Okay, I'm going to speak in English because I'm Malayalam. If I think about my Malayalam, I'm going to get more now. ചില ആൾക്കാർക്ക് സംസാരിക്കുന്ന ഇടയിൽ ഒരുപാട് ആക്ഷൻസ് വരും. നമ്മുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും പറയാൻ, പക്ഷെ അതൊന്നും പുറത്തു വരാത്ത അവസ്ഥ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ചിലവരുടെ ബോഡി ലാംഗ്വേജ് ഇങ്ങനെ ആയിരിക്കും. കാരണം ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് അത് പുറത്തോട്ട് വരാതെ ആവുമ്പോൾ ഇങ്ങനത്തെ രീതിയിലുള്ള ആക്ഷൻസും കാര്യങ്ങളൊക്കെ കാണിച്ചു എന്ന് വരും. അതെന്തായാലും ക്യൂട്ട്നെസ്സിനോട് താരതമ്യം ചെയ്ത് തള്ളിക്കളയാൻ എനിക്ക് താല്പര്യമില്ല. അതങ്ങനെയാണ് ചില ആൾക്കാർ. I am so grateful and it's been such a blessing and like just looking around and seeing everyone. ഒരാളെ പറ്റിയിട്ട് എന്തും അപവാദം പറയാന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അവരോടൊക്കെ പോവാൻ പറയുക, അത്രേ ഉള്ളൂ. പിന്നെ മെയിൻ ആയിട്ട് വൈറലായ ഒരു കാര്യം ആ ലോബിയിൽ നിന്ന് കാറിലോട്ട് പോകുന്ന ഒരു ഓട്ടാണ്. ആ ഓട്ടം കണ്ട പലവർക്കും പലതും തോന്നുമെങ്കിലും നമുക്കറിയാം ചെറിയൊരു സ്റ്റേജ് ഷോയോ റിയാലിറ്റി ഷോയോ എന്തിലെങ്കിലൊക്കെ ഒന്ന് പോയിട്ട് 5 മിനിറ്റ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പേരിൽ അഹങ്കരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ വിസ്മയ ചേച്ചിയെ സംബന്ധിച്ച് സ്വന്തം അച്ഛൻ മോഹൻലാലാണ്. അവർക്ക് എന്തുമാത്രം അഹങ്കരിക്കാം. പക്ഷെ അവിടെ ഒരു ഒളിയും അറിയില്ലാതെ താൻ വീട്ടിൽ എങ്ങനെയാണോ കാണിക്കുന്നത് അതേപോലെ തന്നെയാണ് ആ ലോബിയിലും വന്നിട്ടും ആ സ്റ്റേജിൽ കയറിയിട്ടും കാണിച്ചിരിക്കുന്നത്. അത് അവരുടെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടാണ്, അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ആയിട്ടല്ല. എന്തായാലും 2-3 കമന്റ് ഞാൻ വായിച്ചു തരാവേ. ആൾക്കാരുടെ മെന്റാലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാലോ. തലയ്ക്ക് സുഖക്കേടുണ്ടോ? ഞാൻ ചേച്ചിയുടെ പേര് ഞാൻ വായിക്കുന്നില്ല. കമന്റ് എഴുതിയ ആള് അമ്മയുടെ പ്രായമുണ്ട്, അതുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് വിളിക്കുന്നില്ല. ക്യൂട്ട്നെസ് തൂറിയിടുന്നു. അരപ്പിരി അല്ല ഫുൾ പിരി പോയത്. വയസ്സായിട്ടും കല്യാണം കഴിപ്പിച്ചു അങ്ങേര് വിടാത്തത് അതും പിരി ലൂസ് ആകാൻ കാരണമാകും. തുടക്കം ഒടുക്കമാകുമോ? എന്തോന്നടേ ഇതൊക്കെ ഇങ്ങനത്തെ കമന്റ് ഒക്കെ ഇടുന്ന ആൾക്കാരെന്ന് പറയുമ്പോ എവിടെയും എത്താത്ത ആൾക്കാരായിരിക്കും. അതാണ് അതിന്റെ ഒരു. അല്ലാത്തൊരാൾക്ക് ഇങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ല. ഇളക്കം കുറയ്ക്കാം കേട്ടോ ആണം കെട്ടവനെ. ലേ പ്രണവ്, ഇവൾ എന്ത് തേങ്ങ പറയുന്ന കോപ്പ് കുന്നിന്റെ മുകളിലാണെങ്കിൽ റേഞ്ചും ഇല്ലാന്ന്. എത്രയൊക്കെ സെലിബ്രിറ്റി ഫാമിലിയിൽ ഒരാളാണെങ്കിലും ഇതേപോലെ ക്യാമറയും ഒരുപാട് ക്രൗഡും ഒക്കെ കാണുമ്പോൾ സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളെ സംബന്ധിച്ചിട്ട് എന്തായാലും സ്ട്രെസ്സും ആൻസൈറ്റി ഉണ്ടാവും. ആ സമയത്ത് നമ്മുടെ ഒരു ശരീരം പുറപ്പെടുവിക്കുന്ന ഒരു സാധനമാണ് അഡ്രിനാലിൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ. അപ്പൊ ഈ സംഭവം ആക്ടിവേറ്റ് ആവുക പറയുമ്പോൾ ഇതേപോലത്തുള്ള സന്ദർഭങ്ങളിലാണ് ആൻഷ്യസ് ആകുമ്പോൾ ആൻസൈറ്റി കൂടുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ തന്നെ സംഭവിച്ചിട്ടുണ്ടാവും. ഒരു ആക്സിഡന്റ് സമയത്തൊക്കെ നിങ്ങൾക്ക് അത്രയും ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് സാധനം അങ്ങോട്ട് കയറും. അതാരും നിങ്ങൾക്ക് സൂപ്പർമാൻ പവർ തരുന്നതല്ല. പിന്നെ വേറെ സംഭവം കൂടി ഉണ്ട്, സമ്മർദ്ദം കുറയ്ക്കാനുള്ള ഒരു ശ്രമം. ഇങ്ങനെ തലയിൽ പിടിക്കുക, കാലാട്ടിനെ കണ്ടില്ല ചില ആൾക്കാർ വെറി അടിക്കുക എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അതൊന്നും അല്ല. അതായത് നമ്മുടെ ബോഡി തന്നെ കാമാവാൻ വേണ്ടിയിട്ട് നമ്മൾ അറിയാതെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണിത്. പിന്നുള്ളത് ആനിമേറ്റഡ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ. അതിനെ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ചില ആളുകൾ സംസാരിക്കുമ്പോൾ ഇതേപോലത്തെ ആക്ഷൻസും കാര്യങ്ങളൊക്കെ വരും. അത് അതിലൊരു ഒളിവും മറയും വെക്കാതെ കൃത്യമായിട്ട് കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റണം എന്നുള്ള ഉള്ളിലൊരു കോൺഫിഡൻസ് ഉണ്ടാവുകൊണ്ടാണ്. അതായത് ഫേക്ക് ആക്കാതെ നല്ല ഒതന്റിക് ആയിട്ട് എനിക്ക് വർത്തമാനം പറയാൻ കഴിയും. പിന്നെ ഒന്നാമത് ലാലേട്ടന്റെ മോളാണ്. എന്റെ അച്ഛൻ ഒരിക്കലും ഒരു നാണക്കേട് വരുത്തരുത്. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യുമോ? അതേപോലത്തുള്ള ഓവർ തിങ്കും കാര്യങ്ങളൊക്കെ വരുമ്പോ ഇതേപോലത്തുള്ള കാര്യങ്ങളൊക്കെ ആവാം. അപ്പൊ ഇത്തരത്തിലുള്ള സ്റ്റേജ് ഫിയറും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഇത് ഇങ്ങനെയാണ് സംഭവം എന്ന് എനിക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇത്രയും പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായം എന്താണ്? വിസ്മയ ചേച്ചി സ്റ്റേജിൽ കയറിയിട്ട് ചെയ്ത കാര്യങ്ങളെ പറ്റിയിട്ടും ഇതേപോലത്തുള്ള കമന്റ്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് മാത്രം പോയാൽ മതി. അപ്പോ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. ബൈ.